ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കേക്കിൻ്റെ ടോപ്പിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എങ്ങനെ നല്ല ഭംഗിയായിട്ട് റൈറ്റിങ്സ് കൊടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഞാൻ കേക്കിൽ കൂടുതലും ഫോണ്ടൻ ഷീറ്റിലാണ് റൈറ്റിങ്സ് കൊടുക്കാറുണ്ട്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഈസിയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഗനാശ വെച്ചിട്ട് വല്ലപ്പോഴൊക്കെ നമ്മൾ റൈറ്റിങ്സ് കൊടുക്കാറുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും വിപ്പിംഗ് ക്രീം വെച്ച് എഴുതുമ്പോഴത്തേക്കാണ്. വിപ്പിംഗ് ക്രീം നമ്മൾ റൈറ്റിങ്സിനായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആ വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. നമുക്ക് റൈറ്റിങ്സ് കൊടുക്കാനായിട്ട് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലോട്ട് എടുത്തിട്ട് അത് നന്നായിട്ട് നമ്മുടെ കൈക്കുള്ളിൽ വെച്ചിട്ട് തന്നെ ആ പൈപ്പിംഗ് ബാഗ് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്രീം ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലോട്ട് വരും. എന്നിട്ട് നമ്മുടെ പൈപ്പ് ബാഗിൻ്റെ ടിപ്പൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് വിഷസ് എഴുതാനുള്ളത് അത് സ്ലോലി നമ്മളൊന്ന് എഴുതി കൊടുത്താൽ മതിയാവും. അപ്പം ഞാനിവിടെ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് റൈറ്റിങ്സ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.